അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇഖ്റ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2013 സെപ്റ്റംബറിൽ നടന്ന കേടെറ്റ് കാറ്റഗറി 4 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. കേടെറ്റ് പോലെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ പരിചയപ്പെടുമ്പോൾ ചോദ്യങ്ങളുടെ നിലവാരവും ഏതെല്ലാം ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വരിക എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. അഹം കേന്ദ്രീകൃത ചിന്ത ഈഗോസെൻട്രിസം എന്ന മനഃശാസ്ത്ര ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? വിച്ച് സൈക്കോളജിസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഈഗോസെൻട്രിസം? ഓപ്ഷൻ എ ജീൻ പിയാഷെ, ഓപ്ഷൻ ബി ജെറോം എസ് ബ്രൂണർ, ഓപ്ഷൻ സി ലെവ് വൈഡോസ്കി, ഓപ്ഷൻ ഡി കാൾ റോജേഴ്സ്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജീൻ പിയാഷെ. ക്വസ്റ്റ്യൻ നമ്പർ 2. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ ദീപ കഠിനമായി പ്രയത്നിക്കുന്നു. ദീപയുടെ ഈ സ്വഭാവം കാണിക്കുന്നത്? ദീപ വർക്ക്സ് ഹാർഡ് ടു ഗെറ്റ് ഹൈ മാർക്സ് ഇൻ ദ എക്സാമിനേഷൻ. ദിസ് ബിഹേവിയർ ഓഫ് ദീപ ഇൻഡിക്കേറ്റ്സ് ഹെർ. ഓപ്ഷൻ എ ബുദ്ധിപരമായ കഴിവ്, കോഗ്നിറ്റീവ് എബിലിറ്റി. ഓപ്ഷൻ ബി സമയബന്ധിതമായ തയ്യാറെടുപ്പ്, ടൈംലി പ്രിപ്പറേഷൻ. ഓപ്ഷൻ സി ഉയർന്ന നിലയിലുള്ള അഭിപ്രേരണ, ഹൈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. ഓപ്ഷൻ ഡി രക്ഷിതാക്കളെ തൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹം, ഡിസയർ ടു ഇംപ്രസ് പാരൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഹൈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ, ഉയർന്ന നിലയിലുള്ള അഭിപ്രേരണ. ക്വസ്റ്റ്യൻ നമ്പർ 3. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സഹവർത്തിത ക്ലാസ്സിലെ പഠിതാവിന് ഇല്ലാത്ത സവിശേഷത ഏത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സ്റ്റുഡൻറ് ഇൻ കൊളാബറേറ്റീവ് ക്ലാസ് റൂം? ഓപ്ഷൻ എ സ്വയം വിലയിരുത്തലും പരസ്പരം വിലയിരുത്തലും. ഓപ്ഷൻ ബി സഹപാഠികൾക്ക് കൈത്താങ്ങ് നൽകൽ. ഓപ്ഷൻ സി ആശയങ്ങൾ പങ്കുവെക്കൽ. ഓപ്ഷൻ ഡി സ്വയം പഠനത്തിൽ മുഴുകൽ. ഒരു സഹവർത്തിത ക്ലാസ്സിലെ പഠിതാവിന് ഇല്ലാത്ത സവിശേഷതയാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്വയം പഠനത്തിൽ മുഴുകൽ, ഇൻവോൾവിംഗ് ഇൻ സെൽഫ് സ്റ്റഡി എന്നതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ക്രിയാഗവേഷണത്തിലേക്ക് നയിക്കുന്നത്? ആക്ഷൻ റിസർച്ച്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആക്ഷൻ റിസർച്ചിലേക്ക് നയിക്കുന്നത് ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ലീഡ് ആക്ഷൻ റിസർച്ച്? ഓപ്ഷൻ എ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തൽ, ഫോർമുലേറ്റിംഗ് തിയറീസ്. ഓപ്ഷൻ ബി പ്രബന്ധങ്ങൾ തയ്യാറാക്കൽ, പ്രിപ്പയറിംഗ് തീസസ്. ഓപ്ഷൻ സി ക്ലാസ് മുറിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സോൾവിംഗ് ക്ലാസ് റൂം പ്രോബ്ലംസ്. ഓപ്ഷൻ ഡി ഒരു സിദ്ധാന്തം പരിശോധിക്കൽ, ടെസ്റ്റിംഗ് എ തിയറി. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ക്ലാസ് റൂമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സോൾവിംഗ് ക്ലാസ് റൂം പ്രോബ്ലംസ്. ക്വസ്റ്റ്യൻ നമ്പർ 5. താഴെ പറയുന്ന വൈജ്ഞാനിക വികാസഘട്ടങ്ങളെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി എഴുതുക. അറേഞ്ച് ദി ഫോളോയിങ് സ്റ്റേജസ് ഓൺ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻ ദ കറക്റ്റ് ഓർഡർ ഓഫ് സീക്വൻസ്. ഓപ്ഷൻ എ രൂപാത്മക മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ ബി ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. ഓപ്ഷൻ സി ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്.
ഓപ്ഷൻ ഡി മനോവ്യാപാര പൂർവഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിൽ ഏതാണ് വൈജ്ഞാനിക വികാസഘട്ടങ്ങളുടെ ശരിയായ ക്രമം? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അതായത് താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്ന് പറഞ്ഞാൽ ആദ്യം 2, അതായത് ഇന്ദ്രിയ ചാലക ഘട്ടം, അതിനുശേഷം മനോവ്യാപാര ഘട്ടം, അതിനുശേഷം രൂപാത്മക മനോവ്യാപാര ഘട്ടം, അതിനുശേഷമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഇങ്ങനെ ആണ് വൈജ്ഞാനിക വികാസഘട്ടങ്ങളെ ശരിയായ രൂപത്തിൽ ക്രമപ്പെടുത്തുക. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2, 4, 1, 3 എന്ന ക്രമത്തിലാണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ. ക്വസ്റ്റ്യൻ നമ്പർ 6. ശിക്ഷയെ ഭയന്ന് അനുസരണ കാണിക്കുന്ന ഒരു കുട്ടി നൈതിക വികാസത്തിൻ്റെ, അതായത് മോറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏത് തലത്തിലാണ്? എ സ്റ്റുഡൻറ് ഷോസ് ഒബീഡിയൻസ് ഇൻ ദ ഫിയർ ഓഫ് ഗെറ്റിംഗ് പണിഷ്മെൻറ്റ്. ഇൻ വിച്ച് ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഡസ് ദ സ്റ്റുഡൻറ് ബിലോങ്? ഓപ്ഷൻ എ വ്യവസ്ഥാപിത തലം കോൺവെൻഷണൽ ലെവൽ. ഓപ്ഷൻ ബി വ്യവസ്ഥാപിത പൂർവതലം പ്രീ കോൺവെൻഷണൽ ലെവൽ. ഓപ്ഷൻ സി അവ്യവസ്ഥാപിത തലം ആൻറ്റി കൺവെൻഷണൽ ലെവൽ. ഓപ്ഷൻ ഡി വ്യവസ്ഥാപിതാനന്തര തലം പോസ്റ്റ് കോൺവെൻഷണൽ ലെവൽ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വ്യവസ്ഥാപിത പൂർവതലം പ്രീ കൺവെൻഷണൽ ലെവൽ. ക്വസ്റ്റ്യൻ നമ്പർ 7. ടീച്ചർ ക്ലാസ്സിൽ പ്രശ്നങ്ങൾ നൽകുമ്പോൾ അവ നൂതനവും വ്യത്യസ്തവുമായ വഴികളിലൂടെയാണ് ബിജി പരിഹരിക്കാൻ ശ്രമിക്കുക. ബിജിയുടെ ഈ സ്വഭാവം സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ അഭിപ്രേരണ മോട്ടിവേഷൻ. ഓപ്ഷൻ ബി കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ്. ഓപ്ഷൻ സി ഓർമ്മ മെമ്മറി. ഓപ്ഷൻ ഡി ക്രിയേറ്റിവിറ്റി അഥവാ സൃഷ്ടിപരത. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ക്രിയേറ്റിവിറ്റി. ആ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൊവാർഡ് ഗാർണറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത് ഏത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹൊവാർഡ് ഗാർണേഴ്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്? ഓപ്ഷൻ എ ആന്തരിക വൈയക്തിക ബുദ്ധി ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ഓപ്ഷൻ ബി ഭാഷാപരമായ ബുദ്ധി ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. ഓപ്ഷൻ സി ധാർമ്മികമായ ബുദ്ധി മോറൽ ഇൻ്റലിജൻസ്. ഓപ്ഷൻ ഡി സംഗീതപരമായ ബുദ്ധി മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ധാർമ്മികമായ ബുദ്ധി മോറൽ ഇൻ്റലിജൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് പ്രയാസം അനുഭവപ്പെടുന്നത്? ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് എ ചൈൽഡ് വിത്ത് ഡിസ്ലെക്സിയ ഹാസ് ഡിഫിക്കൽട്ടി? ഓപ്ഷൻ എ ശാരീരിക ചലനങ്ങൾക്ക് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ്. ഓപ്ഷൻ ബി അനുയോജ്യമായ രീതിയിൽ ഭാഷ ഉപയോഗിക്കുന്നതിന് യൂസിങ് ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ്ലി. ഓപ്ഷൻ സി തൻ്റെ പ്രായത്തിലുള്ളവരുമായി കൂട്ടുകൂടുന്നതിന് മേക്കിംഗ് ഏജ് അപ്രോപ്രിയേറ്റ് ഫ്രണ്ട്ഷിപ്പ്. ഓപ്ഷൻ ഡി മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഭക്ഷണം കഴിക്കുന്നതിന് ഈറ്റിംഗ് ഫുഡ് വിത്തൗട്ട് ഹെൽപ്പ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അനുയോജ്യമായ രീതിയിൽ ഭാഷ ഉപയോഗിക്കുന്നതിന് യൂസിങ് ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ്ലി. ഡിസ്ലെക്സിയ എന്നത് ഭാഷാപരമായി കൊണ്ടുള്ള ഒരു വൈകല്യമാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 10. പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയ കാരണമായി ചോദ്യകർത്താവിനെ കുറ്റപ്പെടുത്തുന്നു. ഏത് സമായോജന തന്ത്രമാണ് കുട്ടി ഇവിടെ ഉപയോഗിക്കുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. ഏത് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ് കുട്ടി ഇവിടെ ഉപയോഗിക്കുന്നത്?
ഓപ്ഷൻ എ യുക്തീകരണം റാഷണലൈസേഷൻ, ഓപ്ഷൻ ബി ഉദാത്തീകരണം സബ്ലിമേഷൻ, ഓപ്ഷൻ സി ദമനം റിപ്രഷൻ, ഓപ്ഷൻ ഡി പശ്ചാത്ഗമനം റിഗ്രഷൻ. ഇതിലേതാണ് കുട്ടി ഇവിടെ ഉപയോഗിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. ടെക്നോളജിയുടെ ഉപയോഗം പരമാവധി ഫലപ്രദമാക്കുന്നതിന് വേണ്ടി നാം സ്കൂളുകളിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതി. ദ പ്രോഗ്രാം ദാറ്റ് ഈസ് ലോഞ്ച്ഡ് ഇൻ അവർ സ്കൂൾസ് ഫോർ ദ എഫക്റ്റീവ് യൂസ് ഓഫ് ടെക്നോളജി. ഓപ്ഷൻ എ ഇൻഫർമേഷൻ ടെക്നോളജി വിദ്യാഭ്യാസം, ഇൻഫർമേഷൻ ടെക്നോളജി എഡ്യൂക്കേഷൻ. ഓപ്ഷൻ ബി ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എഡ്യൂക്കേഷൻ. ഓപ്ഷൻ സി ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ ടെക്നോളജി എഡ്യൂക്കേഷൻ. ഓപ്ഷൻ ഡി ഇൻഫർമേഷൻ കേരള മിഷൻ എഡ്യൂക്കേഷൻ. ഇതിൽ ഏതാണ് ടെക്നോളജിയുടെ ഉപയോഗം പരമാവധി നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതി? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എഡ്യൂക്കേഷൻ എന്നതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 12. IQ ഇൻ്റലിജൻസ് കോഷ്യന്റ് കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം. ദ ഫോർമുല യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഇൻ്റലിജൻസ് കോഷ്യന്റ് അഥവാ IQ ഈസ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് MA/CA × 100. MA എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഏജ്, CA എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഏജ്. മെൻ്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് × 100 എന്നതാണ് IQ കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 13. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയാ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്ത ഘട്ടം ഏത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ബ്രൂണേഴ്സ് സ്റ്റേജസ് ഓഫ് കൺസെപ്റ്റ് ഫോർമേഷൻ? ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയാ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്ത ഘട്ടം ഏത്? ഓപ്ഷൻ എ പ്രവർത്തന ഘട്ടം, ഓപ്ഷൻ ബി ചിന്തന ഘട്ടം, ഓപ്ഷൻ സി ബിംബന ഘട്ടം, ഓപ്ഷൻ ഡി പ്രതീകാത്മക ഘട്ടം. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ചിന്തന ഘട്ടം അഥവാ തിങ്കിങ് സ്റ്റേജ്. ദ കറക്റ്റ് ആൻസർ തിങ്കിങ് സ്റ്റേജ് അഥവാ ചിന്തന ഘട്ടം എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ക്ലാസ്സിൽ അധ്യാപിക പറയുന്നത് ശ്രദ്ധിക്കാതെ ഒരിടത്തും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന കുട്ടി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ എ ADHD, ഓപ്ഷൻ ബി ഓട്ടിസം, ഓപ്ഷൻ സി മോറോൺസ്, ഓപ്ഷൻ ഡി CP അഥവാ സെറിബ്രൽ പാൾസി. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ADHD എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്വീകാര്യനാണ് രാഹുൽ. അവൻ മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അനുതാപം, സഹകരണ മനോഭാവം, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആത്മനിയന്ത്രണം, ലക്ഷ്യബോധം എന്നീ ഗുണങ്ങളും രാഹുലിന് ഉണ്ട്. ഇത് കാണിക്കുന്നത് രാഹുലിൻ്റെ ഏത് സ്വഭാവമാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ബഹുമുഖ ബുദ്ധി, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഓപ്ഷൻ ബി ബുദ്ധിശക്തി, ഇൻ്റലക്ച്വൽ എബിലിറ്റി, ഓപ്ഷൻ സി ആത്മീയ ബുദ്ധി, സ്പിരിച്വൽ ഇൻ്റലിജൻസ്, ഓപ്ഷൻ ഡി വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇൻ്റലിജൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഇമോഷണൽ ഇൻ്റലിജൻസ് അഥവാ വൈകാരിക ബുദ്ധി. ക്വസ്റ്റ്യൻ നമ്പർ 16. മേഴ്സി ടീച്ചർ ക്ലാസ്സിൽ ഒരു പ്രശ്നം നൽകി. തുടർന്ന് ടീച്ചർ ഓരോ കുട്ടിക്കും അനുയോജ്യമായ രീതിയിൽ
പ്രശ്നപരിഹാരത്തിനാവശ്യമായ ചെറിയ സൂചനകൾ നൽകുകയും ഓരോ കുട്ടിക്കും സ്വയം പ്രശ്നപരിഹരണം നടത്താനാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്തു. ഇവിടെ ടീച്ചറുടെ പെരുമാറ്റ രീതിയിലെ സവിശേഷത എന്താണ്? ഓപ്ഷൻ എ പിന്തുണയ്ക്കൽ അഥവാ സപ്പോർട്ടിംഗ്. ഓപ്ഷൻ ബി കൈത്താങ് നൽകൽ സ്കഫോൾഡിംഗ്. ഓപ്ഷൻ സി സഹായം നൽകൽ ഹെൽപ്പിംഗ്. ഓപ്ഷൻ ഡി പഠിപ്പിക്കൽ ടീച്ചിങ്. ഇതിൽ ഏത് പെരുമാറ്റ രീതിയാണ് ആ അധ്യാപികയിൽ കാണുന്നത്? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്കഫോൾഡിംഗ് അഥവാ കൈത്താങ് നൽകൽ. ക്വസ്റ്റ്യൻ നമ്പർ 17. പ്രവൃത്തി പരിചയ അധ്യാപകൻ ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് ആശംസാ കാർഡ് നിർമ്മിക്കുന്ന വിധം ക്ലാസ്സിൽ കാണിച്ചു കൊടുക്കുകയാണ്. അധ്യാപകൻ ചെയ്യുന്നത് നോക്കി അതുപോലെ കുട്ടികൾ ചെയ്യുന്നു. ഏത് തരം പഠനമാണ് ഇത്? ഓപ്ഷൻ എ കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ്. ഓപ്ഷൻ ബി ഗ്രൂപ്പ് പഠനം ഗ്രൂപ്പ് ലേണിംഗ്. ഓപ്ഷൻ സി ശ്രമപരാജയ പഠനം ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ഓപ്ഷൻ ഡി നിരീക്ഷണ പഠനം ഒബ്സർവേഷണൽ ലേണിംഗ്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഒബ്സർവേഷണൽ ലേണിംഗ് അഥവാ നിരീക്ഷണ പഠനം. ക്വസ്റ്റ്യൻ നമ്പർ 18. എലിമെൻ്ററി തലത്തിൽ ഗുണനിലവാര വർധനയ്ക്കു വേണ്ടി നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലവിലിരിക്കുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി. എ സെൻട്രലി സ്പോൺസേഡ് സ്കീം സ്റ്റിൽ ഇൻ ഫങ്ഷൻ ഇൻ അവർ കൺട്രി ഫോർ ദി ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എലിമെൻ്ററി ലെവൽ. ഓപ്ഷൻ എ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്ഷൻ ബി സർവശിക്ഷ അഭിയാൻ. ഓപ്ഷൻ സി രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. ഓപ്ഷൻ ഡി മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. എലിമെൻ്ററി തലത്തിൽ ഗുണനിലവാര വർധനയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് OBB. പരീക്ഷയ്ക്കൊരു പക്ഷേ ഇതിൻ്റെ ഷോർട്ടായിട്ട് ചോദിക്കാം. OBB അഥവാ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 19. മെച്ചപ്പെട്ട പഠനം ഉറപ്പാക്കുന്നതിന് ഒരു അധ്യാപകന് ആവശ്യം ഉണ്ടാകേണ്ടത്. ഫോർ എനേബിളിംഗ് ബെറ്റർ ലേണിംഗ് വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ടീച്ചർ. ഓപ്ഷൻ എ പഠിതാക്കളെക്കുറിച്ചുള്ള അറിവ്. ഓപ്ഷൻ ബി വ്യക്തമായ ഉള്ളടക്ക ധാരണ. ഓപ്ഷൻ സി വിനിമയ രീതിയിലുള്ള അറിവ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ദി എബോ. മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളും മെച്ചപ്പെട്ട പഠനം ഉറപ്പാക്കുന്നതിന് ഒരു അധ്യാപകനിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. സമൂഹത്തിലെ കൂടുതൽ അറിവുള്ള അംഗങ്ങളുമായുള്ള ഇടപഴകലിലൂടെ പ്രക്രിയകളും കഴിവുകളും കുട്ടികളിലേക്ക് പ്രസരണം ചെയ്യപ്പെടുന്നു എന്ന് വിശദീകരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? കോഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് സ്കിൽസ് ആർ സോഷ്യലി ട്രാൻസ്ഫേർഡ് ഫ്രം more knowledgeable members of society to children. Name the psychologist who gave this explanation. Option A J.B. Watson. Option B A.L. Wydowski. Option C Max Wertheimer. Option D Sigmund Freud. The correct answer is option B L.S. Wydowski. Question number 21. RTE Act 2009 ബാധകമായിട്ടുള്ളത്. The RTE Act 2009 is extended to. ഓപ്ഷൻ എ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും. ഓപ്ഷൻ ബി ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം ഒഴികെയുള്ള
ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും. ഓപ്ഷൻ സി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും. ഓപ്ഷൻ ഡി ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം ഒഴികെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. RTE ആക്ട് 2009 ബാധകമായിട്ടുള്ളത് ഏത് സ്ഥലങ്ങളിലൂടെയെല്ലാമാണ്? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം ഒഴികെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരം വിദ്യാഭ്യാസമാണ് കൂടുതൽ അഭികാമ്യം? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? ഓപ്ഷൻ എ സ്പെഷ്യൽ വിദ്യാഭ്യാസം. ഓപ്ഷൻ ബി സംയോജിത വിദ്യാഭ്യാസം. ഓപ്ഷൻ സി സങ്കലിത വിദ്യാഭ്യാസം. ഓപ്ഷൻ ഡി പൊതുവിദ്യാഭ്യാസം. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സങ്കലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. സങ്കലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 23. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിന് ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് സമീപനം സ്വീകരിക്കാം? Which of the following approach is to be adapted for the identification of mentally challenged children? Option A മെഡിക്കൽ പരിശോധന, മെഡിക്കൽ എക്സാമിനേഷൻ. ഓപ്ഷൻ ബി വിദ്യാഭ്യാസ സിദ്ധി പരീക്ഷ, എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഓപ്ഷൻ സി മുകളിലെ എയും ബിയും. ഓപ്ഷൻ ഡി സഹപഠിതാക്കളുടെ അഭിപ്രായം. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. എ ആൻഡ് ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 24. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആണെന്ന് കണ്ടെത്തുന്നതിന് ടീച്ചർ കുട്ടികളോട് വിവിധ തരത്തിലുള്ള ത്രികോണങ്ങൾ വരച്ച് അവയുടെ കോണുകൾ അളന്ന് അളവുകളുടെ തുക കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു. ഇവിടെ ടീച്ചർ ഏത് പഠന രീതിയാണ് ഉപയോഗിക്കുന്നത്? വളരെ അപൂർവം നമ്മൾ പ്രത്യേകിച്ച് ഭാഷാ അധ്യാപകർക്ക് ചോദിക്കുന്ന കേട്ടിട്ട് 4 പോലെയുള്ള പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ അപൂർവമായിട്ടാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ കണ്ടുവരാറുള്ളത്. ഓപ്ഷൻ എ നിഗമന രീതി. ഓപ്ഷൻ ബി ആഗമന രീതി. ഓപ്ഷൻ സി അപഗ്രഥന രീതി. ഓപ്ഷൻ ഡി ഉത്ഗ്രഥന രീതി. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ നിഗമന രീതി, ഡിഡക്റ്റീവ് മെത്തേഡ്. ഓപ്ഷൻ ബി ആഗമന രീതി, ഇൻഡക്റ്റീവ് മെത്തേഡ്. ഓപ്ഷൻ സി അപഗ്രഥന രീതി, അനലിസ്റ്റിക്കൽ മെത്തേഡ്. ഓപ്ഷൻ ഡി ഉത്ഗ്രഥന രീതി അഥവാ സിന്തറ്റിക് മെത്തേഡ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇൻഡക്റ്റീവ് മെത്തേഡ് അഥവാ ആഗമന രീതി. ക്വസ്റ്റ്യൻ നമ്പർ 25. 5 വയസ്സുകാരനായ അമൽ സ്വയം സംസാരിച്ചു കൊണ്ടാണ് മിക്കപ്പോഴും കളിക്കാറുള്ളത്. കുട്ടിയുടെ ഈ സ്വഭാവം സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ സംഭാഷണ ചാതുര്യം. ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ. ഓപ്ഷൻ സി ഭാഷാപരമായ വികാസം. ഓപ്ഷൻ ഡി കളിയിലെ മിടുക്ക്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഭാഷാപരമായ വികാസം, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 26. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വിവ്രജന ചിന്ത, ഡിവർജൻ്റ് തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? വിവ്രജന ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഓപ്ഷൻ എ തുറന്ന ചോദ്യങ്ങൾ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻ ബി അടഞ്ഞ ചോദ്യങ്ങൾ, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻ സി ടീച്ചറുടെ വിശദീകരണം, ടീച്ചേഴ്സ് എക്സ്പ്ലനേഷൻ. ഓപ്ഷൻ ഡി കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്, ക്യാച്ചിങ് ചിൽഡ്രൻസ് അറ്റൻഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് എൻകറേജസ് ഡിവർജൻ്റ് തിങ്കിങ്? ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ
തുറന്ന ചോദ്യങ്ങൾ എന്നതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 27. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളുടെ പഠന തെളിവുകളുടെ ശേഖരം ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കളക്ഷൻ ഓഫ് ലേണിംഗ് എവിഡൻസ് ഓഫ് സ്റ്റുഡൻസ്? ഓപ്ഷൻ എ പ്രോഗ്രസ് കാർഡ്, ഓപ്ഷൻ ബി ഇവാലുവേഷൻ പ്രൊഫൈൽ, ഓപ്ഷൻ സി പോർട്ട്ഫോളിയോ, ഓപ്ഷൻ ഡി ശേഖരണം. കളക്ഷൻ, ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പോർട്ട്ഫോളിയോ. ക്വസ്റ്റ്യൻ നമ്പർ 28. പാഠഭാഗങ്ങളെ ലളിതമായതിൽ നിന്ന് കഠിനമായതിലേക്കും അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്കും എന്ന തരത്തിൽ ക്രമീകരിക്കുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഉള്ളടക്ക രീതി അഥവാ ടോപ്പിക്കൽ മെത്തേഡ്, ഓപ്ഷൻ ബി ചാക്രിക രീതി സ്പൈറൽ മെത്തേഡ്, ഓപ്ഷൻ സി നിഗമന രീതി ഡിഡക്റ്റീവ് മെത്തേഡ്, ഓപ്ഷൻ ഡി ഗവേഷണ രീതി റിസർച്ച് മെത്തേഡ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ അറേഞ്ച്മെന്റ് ഇൻ വിച്ച് ദ ടോപ്പിക്സ് ആർ അറേഞ്ച്ഡ് ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട് ആൻഡ് ഫ്രം നോൺ ടു അൺനോൺ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ചാക്രിക രീതി അഥവാ സ്പൈറൽ മെത്തേഡ്. ക്വസ്റ്റ്യൻ നമ്പർ 29. റസിയ ടീച്ചറുടെ ക്ലാസ്സിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ CWSN ഉണ്ട്. അവർക്കായി ടീച്ചർ തൻ്റെ ടീച്ചിങ് മാനുവലിലെ പഠന പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ടീച്ചറുടെ ഈ പ്രവർത്തനത്തെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഓപ്ഷൻ എ സ്വാംശീകരണം അസിമുലേഷൻ, ഓപ്ഷൻ ബി മെച്ചപ്പെടുത്തൽ മോഡിഫിക്കേഷൻ, ഓപ്ഷൻ സി സംയോജനം ഇൻ്റഗ്രേഷൻ, ഓപ്ഷൻ ഡി അനുരൂപീകരണം അഡാപ്റ്റേഷൻ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അഡാപ്റ്റേഷൻ അഥവാ അനുരൂപീകരണം. ക്വസ്റ്റ്യൻ നമ്പർ 30. വിലയിരുത്തലിൻ്റെ ഉദ്ദേശ്യം. ഒബ്ജക്റ്റീവ് ഓഫ് ഇവാലുവേഷൻ ഈസ്. ഓപ്ഷൻ എ കുട്ടികൾക്ക് ഉയർന്ന ക്ലാസ്സിലേക്ക് ക്ലാസ് കയറ്റം നൽകുക, ഓപ്ഷൻ ബി കുട്ടികൾ എത്രമാത്രം പഠിച്ചു എന്നറിയുക, ഓപ്ഷൻ സി കുട്ടികളുടെ പഠനത്തിലെ പ്രയാസങ്ങൾ അറിയുക, ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവ എല്ലാമാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവ എല്ലാം. 2013 സെപ്റ്റംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4ൻ്റെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കേട്ടറ്റ് പഠിതാക്കൾക്ക് വേണ്ടി നിരവധി പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മുടെ ഇക്രൈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ നിന്ന് അത് കാണാവുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.